വെരി ഫസ്റ്റ് കോൾ ഓൺവേർഡ്സ് നമ്മൾ തമ്മിലൊരു ബെറ്റർ അസോസിയേഷൻ ഉണ്ടാവും. അതായത് ആളുടെ മൈൻഡിൽ എന്താണുള്ളതെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന് പറ്റുന്നൊരു പ്രോപ്പർ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലയൻറ്റ് കസ്റ്റമർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ട് ഇറ്റ്സ് എ ഓണർ, ഈക്വലി ഓണർ ടു ദ പ്രൊജക്റ്റ് എന്നുള്ള ഒരു സ്റ്റേറ്റ് അവിടെ വന്നു കഴിയും. രണ്ടാമത്തെ കാര്യം, ആസ് എ ഓണറായിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് കഴിയുമ്പം ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അപ്രീസിയേഷൻ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്കാണോ നമ്മളിത് പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് വളരെ സുതാര്യമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും നമ്മളതിനെ ഡീൽ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, എന്തെങ്കിലും കാരണവശാൽ നാളെ നമുക്കിത് സോൾഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിന് എത്ര വാല്യൂ അപ്രീസിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈസി ടു സെയിലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണോ. നാലാമത്തെ കാര്യം, ഇങ്ങേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങേരുടെ പേഴ്സണാലിറ്റിയേക്കാൾ നാടിനും ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ ഇങ്ങേരുടെ കംപ്ലീറ്റ് ഓൾ ഓവർ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു ഡിഫറൻസ്. പണ്ടൊക്കെ നമുക്കറിയാം ആനയുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ ആനയുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ദിസ് ഇസ് മൈ പ്രോജക്റ്റ് എന്ന് പ്രൗഡ്ലി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് ബ്രാൻഡിങ് സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നു. പിന്നെ അഞ്ചാമത്, അയാൾ കാരണം, അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം അങ്ങേരെ നോക്കി പുഞ്ചിരിക്കുന്ന കുറേയേറെ ഫേസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രൈം കസ്റ്റമേഴ്സിനെ എപ്പോഴും ഡീൽ ചെയ്യുന്നത്. മോർ ഓവർ ഇറ്റ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ് ബിൽടെക് എപ്പോഴും അഷ്വർ ചെയ്യുന്ന ഒരു കാര്യം.